ഹലോ ഗേസ്, റെയിൽവേ ജോലി സ്വപ്നം കാണുന്നവർക്കുള്ള ഇതാ സുവർണ അവസരം വന്നെത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ 2026 ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് തസ്തികയാണ് വന്നിരിക്കുന്നത്. CN01/2026 വിളിച്ചിരിക്കുന്നത്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ആപ്ലിക്കേഷൻ തുടങ്ങുന്ന തീയതി 15/5/2026. 14/6/2026 വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. എങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് 16/6/2026 വരെ ചെയ്യാം. ലെവൽ 2 കാറ്റഗറിയിലാണ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് തസ്തിക വരുന്നത്. ബേസിക് പേ ആയിട്ട് വരുന്നത് 19,900 കൂടാതെ ഇതിന് പല അലവൻസും ലഭിക്കുന്നതാണ്. കൂടാതെ നമുക്കിപ്പോൾ പുതിയ പേ കമ്മീഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു മാസം ഒരു ആകർഷകമായ സാലറി തന്നെയായിരിക്കും കിട്ടുന്നത്. പ്രായപരിധി 18 തൊട്ട് 30 വയസ്സ് വരെയാണ്. SC ST OBC കാർക്ക് പ്രത്യേക വയസ്സളവ് ലഭിക്കുന്നതായിരിക്കും. ഇന്ത്യയിൽ മൊത്തത്തിൽ 11,127 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒഴിവുകൾ ഇനിയും കൂടാനാണ് ചാൻസ് ഉള്ളത്. ജനറൽ കാറ്റഗറിക്ക് ഫീസ് വരുന്നത് 500 രൂപയാണ്. കൂടാതെ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എക്സാം കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് 400 രൂപ റിട്ടേൺ കിട്ടും. SC ST എക്സ് സർവീസ് മാൻ, സ്ത്രീകൾ, ട്രാൻസ്ജെൻഡേഴ്സ് ഇവർക്ക് 250 രൂപയെ വരുന്നുള്ളൂ. നമുക്കിനി ക്വാളിഫിക്കേഷനിലോട്ട് പോകാം. ക്വാളിഫിക്കേഷൻ മെയിനായിട്ട് വേണ്ടത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ IT ഉണ്ടായിരിക്കണം. IT ഏതൊക്കെ മേഖലകളിലാണെന്ന് നോക്കാം. ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്, മിൽറൈറ്റ് ആൻഡ് മെയിൻ്റനൻസ്, മെക്കാനിക് ഇൻ റേഡിയോ ആൻഡ് ടെലിവിഷൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് ഇൻ മോട്ടോർ ആൻഡ് വെഹിക്കിൾ, വയർമാൻ, ട്രാക്ടർ മെക്കാനിസ്റ്റ്, ആർമേച്ചർ ആൻഡ് കോയിൽ വൈൻഡർ, മെഷീനിസ്റ്റ് ഇൻ ഡീസൽ, ഹീറ്റ് എൻജിൻ, ടർണർ, മെഷീനിസ്റ്റ്, റിഫ്രിജറേറ്റർ ആൻഡ് എയർ കണ്ടീഷൻ ഇവയാണ് IT ട്രേഡുള്ളവർക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. കൂടാതെ അടുത്ത ഒരു മേഖലയെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ ഡിപ്ലോമ, 4 കാര്യങ്ങളിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. എക്സാം 5 സ്റ്റേജുകളിലായിട്ടാണ് നടത്തുന്നത്. ആദ്യത്തെ 3 സ്റ്റേജും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും. 4ാമത്തെ സ്റ്റേജിൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും 5ാമത്തെ സ്റ്റേജിലാണ് മെഡിക്കൽ നടത്തുന്നത്. CBT 1 ആണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ്. അതിൽ 75 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 60 മിനിറ്റാണ് സമയം. അതിൽ മാത്തമാറ്റിക്സ്, റീസണിങ്, ജനറൽ സയൻസ് ആണ് ഉൾപ്പെടുന്നത്. CBT 2 2 പാർട്ടായിട്ടാണ്. പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട്. ഒന്നാമത്തെ എ പാർട്ടിൽ വരുന്നത് 100 ക്വസ്റ്റ്യൻസ് ആണ്, 90 മിനിറ്റും. പാർട്ട് ബിയിൽ വരുന്നത് 75 ക്വസ്റ്റ്യൻസ്, 60 മിനിറ്റുമാണ്. പാർട്ട് ബിയിൽ നമ്മളെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ക്വസ്റ്റ്യൻസൊക്കെ കാണും. അപ്പോൾ നമുക്കത് ചൂസ് ചെയ്തെടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ടോട്ടലായിട്ട് 11,127 വാക്കൻസി ഉണ്ടെങ്കിലും നമ്മുടെ തിരുവനന്തപുരത്ത് വളരെ കുറച്ച് വാക്കൻസി ഉള്ളൂ. 64 വാക്കൻസിയാണ് തിരുവനന്തപുരത്തുള്ളത്. കൂടാതെ ചെന്നൈയിൽ 186, ബാംഗ്ലൂർ 200 വാക്കൻസി ഉണ്ട്. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും അത്യാവശ്യം വാക്കൻസി ഉണ്ട്. ഇതെല്ലാം കൂടിയാണ് 11,127 വാക്കൻസി എന്ന് പറയുന്നത്. മലയാളികളെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നമ്മൾ ചെന്നൈയിൽ, ബാംഗ്ലൂരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്ഥലമാണോ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ താല്പര്യം, ആ സ്ഥലത്താണ് നിങ്ങൾ കൂടുതലും വയ്ക്കേണ്ടത്. ഈ അവസരം എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക. അയക്കാൻ പറ്റുന്നവരെല്ലാം ഈ സമയത്തിനകം തന്നെ അയക്കുക. നമ്മൾ 2026 കുറച്ച് കഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ 2027 ഒരു സുവർണ്ണ ജോലി നേടിയെടുക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.